രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിൽ കൂറുമാറ്റം. ബി ജെ പി പിന്തുണച്ച സ്ഥാനാർത്ഥിക്കാണ് അട്ടിമറി ജയം ഉണ്ടായത്. ആ ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ പരിമൾ നെഥവാനിയാണ് അവിടെ ജയിച്ചിട്ടുള്ളത്. കോൺഗ്രസിന്റെ കൂടെ ഒരു ഒത്തുകളിയോട് കൂടിയാണ് ഈ പരിമൾ അവിടെ ജയിക്കുന്നത്. എന്താണ് ഈ ഒരു കൂറുമാറ്റത്തിന്റെയും അട്ടിമറിയുടെയൊക്കെ ഒരു രഹസ്യവും പിന്നിലൊക്കെ എന്താവാം? അല്ല, ഇത് പ്രത്യേകിച്ച് ചോദിക്കാനൊന്നുമില്ല. ഈ പരിമൾ നത്വാനി എന്ന് പറയുന്നത് റിലയൻസ് ഗ്രൂപ്പിൻ്റെ കോർപ്പറേറ്റ് ഡയറക്ടറാണ്. റിലയൻസ് ഗ്രൂപ്പിൻ്റെ എല്ലാ ഗവൺമെൻറ്റുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും, അത് കോൺഗ്രസ് ഭരിച്ചാലും പിന്നെ BJP ഭരിച്ചാലും ആര് ഭരിച്ചാലും മറ്റ് സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ്റുമായിട്ടൊക്കെ ഇടനിലക്കാരൻ നിൽക്കുക എന്നുള്ളതാണ് ഈ പരിമൾ നത്വാനിയുടെ ജോലി. 70 വയസ്സ് പറ്റിയായി. അദ്ദേഹം വർഷങ്ങളാണ് റിലയൻസിന് വേണ്ടി മാത്രമേ ജോലിയുള്ളൂ. അവരുടെ കുടുംബ സുഹൃത്തും അടുത്ത ബന്ധുവാണ് ധീരുഭായ് അംബാനിയുടെ. ഇത് അദ്ദേഹം രണ്ടാമതാണ് ഇലക്റ്റഡ് ആവണേ ജാർഖണ്ഡിൽ നിന്ന്. ഇതിൻ്റെ തമാശ എന്താണെന്നറിയാമോ? കോൺഗ്രസ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് കോൺഗ്രസിന് പുറത്ത് പറയാൻ പറ്റില്ല. കാരണം ഇവർ രാവും പകലും ഒരേ രണ്ടുപേരെയാണല്ലോ ചീത്ത പറഞ്ഞ ഇന്ത്യയിൽ. അംബാനി അദാനി. അതൊരു 1001 തവണ ആവർത്തിക്കാതെ അവരുടെ നേതാക്കന്മാർക്ക് ആർക്കും ഉറക്കം വരില്ല. എന്താണ് ഇവർ തമ്മിലുള്ള ഇടപാടെന്നുള്ള കാര്യം എന്താ പറയണ പൊതുജനങ്ങൾക്ക് അറിയില്ല എന്നാണ് അവരുടെ വിചാരം. ഈ മുകേഷ് അംബാനി ഒരിക്കൽ പറഞ്ഞത്, കോൺഗ്രസിനെ പറ്റി പറഞ്ഞതും BJPനെ പറ്റി പറഞ്ഞത് എന്താണെന്നറിയില്ല. രണ്ടു കൂട്ടരും നമ്മുടെ കടയിൽ നിന്നല്ലേ സാധനമൊക്കെ മേടിക്കണം, എന്തിനാ വറി ചെയ്യണേന്നാ ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് പാർട്ട്ണറുടെ അടുത്ത്. അപ്പോൾ ഇവർക്ക് പരിമൾ നത്വാനിനെ ജയിപ്പിക്കണമെന്നുണ്ട്, പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ അത് പ്രദർശിപ്പിക്കാനും പാടില്ല. അപ്പോൾ അങ്ങനെ ജയിച്ചു. പരിമൾ നത്വാനി ജയിച്ചത് കോൺഗ്രസിൻ്റെ ടാസിറ്റ് സപ്പോർട്ടോടുകൂടി, എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് സപ്പോർട്ടോടുകൂടി. നമ്മൾ ഈ CPM ഇവിടെ പറയാറില്ലേ, അടവ് നയം എന്നൊക്കെ പറയില്ലേ, അതേപോലെ. അതല്ലെങ്കിൽ അവിടെ ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ ഇന്ത്യ ബ്ലോക്കിന് എത്ര സീറ്റുണ്ട്? 54 സീറ്റുണ്ട്. 56 സീറ്റുണ്ട്. അതിൽ ആ മൂന്നാമത്തെ ആൾ, തോറ്റ ആള് ജയിക്കേണ്ടതായിരുന്നു അവിടെ ശരിക്കും. അയാൾക്ക് കിട്ടേണ്ട വോട്ടാണ് നത്വാനിക്ക് പോയിരിക്കുന്നത്. ഈ പ്രണവ് ധാ എന്ന് പറയുന്നത് ഈ മല്ലികാർജുൻ ഖർഗെയുടെ ഏറ്റവും വിശ്വസ്തനും അടുത്ത ആളാണെന്നാണ് പറയുന്നത്. അതെ. അപ്പൊ അങ്ങനെ ഒരാളെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് അങ്ങ് തോൽപ്പിച്ചു കളയും. അത് അറിഞ്ഞുകൊണ്ട് തോൽപ്പിച്ചതാവാൻ വഴിയുണ്ട്. വേണം മല്ലികാർജുൻ പറഞ്ഞിട്ടുണ്ടാവും, നീ തോറ്റു കൊടുക്കുക, നിനക്ക് വേറെ പൊസിഷൻ ശരിയാക്കി തരാം. പക്ഷെ പൊതുജനങ്ങളുടെ മുമ്പിൽ പറയാൻ പറ്റില്ലല്ലോ. പൊതുജനങ്ങളുടെ മുമ്പിൽ അഭിനയിക്കണ്ടേ. ഇപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രമുണ്ട് ആതിര. കുറച്ച് ദിവസം മുമ്പ് മധ്യപ്രദേശിലെ രാജ്യസഭ ഇലക്ഷൻ നടന്നു. അപ്പോൾ അതിൽ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ മീനാക്ഷി നടരാജൻ തോറ്റുപോയി. അവിടെ ജയിച്ചത് BJPയുടെ 3 കാൻഡിഡേറ്റ്സ് ആണ്. ഈ മീനാക്ഷി നടരാജൻ തോറ്റത് ഏതാനും വോട്ടുകൾക്കാണ്. മീനാക്ഷി നടരാജന് ഈ ജയം എന്താ പറയണത് അത്ര ഉറപ്പൊന്നും അല്ലായിരുന്നു. അതിന് ഒരു അന്തർ സംസ്ഥാന സ്കാമിനുള്ള എല്ലാ വഴിയുണ്ട്, വിവാദത്തിനും കോഴയ്ക്കുള്ള എല്ലാ വഴിയുണ്ട്. കാരണം മീനാക്ഷി നടരാജൻ മത്സരിച്ചത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിൽ ആരുടെ വേക്കൻസിയാണ് ഉയർന്നു വന്നത്? ഈ അവിടുത്തെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവുമായ ഒരു ദിഗ്വിജയ് സിംഗ് ഉണ്ട്. ദിഗ്വിജയ് സിംഗിൻ്റെ രാജ്യസഭാ കാലാവധി തീർന്നു കഴിഞ്ഞപ്പോൾ അയാൾക്ക് കാലാവധി എക്സ്റ്റെൻഡ് ചെയ്യാതെ, അയാൾക്ക് മറ്റൊരു ടേം കൊടുക്കാതെ ഈ മീനാക്ഷി നടരാജൻ അവിടെ ഫീൽഡ് ചെയ്തു. മീനാക്ഷി നടരാജൻ തോറ്റു. അപ്പോൾ അതിനുള്ള പ്രധാന കാരണം എന്താ? ഈ നമ്മുടെ ദിഗ്വിജയ് സിംഗിന് ഇവരെ തോൽപ്പിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അയാൾക്ക് സീറ്റ് കിട്ടാത്തതിലുള്ള ദേഷ്യം. ദിഗ്വിജയ് സിംഗിനെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ളവർ തന്നെ വിളിക്കണ ശകുനി മാമ എന്നാണ് വിളിക്കുന്നത്. മഹാഭാരതത്തിലെ ശകുനിയാന്നാണ് പറയണത് അദ്ദേഹം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ സഹായിച്ചു തരാ തെലങ്കാനയിലെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ്. എന്താ ഉള്ളത്? രേവന്ത് റെഡ്ഡിയുടെ ഭരിക്കുന്ന സംസ്ഥാനത്തിലെ കോൺഗ്രസ് ഇൻചാർജാണ് മീനാക്ഷി നടരാജൻ. ഈ മീനാക്ഷി നടരാജനും രേവന്ത് റെഡ്ഡിയായിട്ട് വഴക്കാണ്. അത് മാത്രമല്ല, മീനാക്ഷി നടരാജനെതിരെ ഒരു കേസിൽ കോടതി സമൻസ് അയച്ചിട്ടുണ്ട്. ഇവർ നോമിനേഷനകത്ത് ആ കാര്യം, നമ്മൾ ഈ കോടതിയിൽ കേസുകൾ ഉണ്ടാക്കി നമ്മൾ വിശദമായിട്ട് സൂചിപ്പിക്കണമല്ലോ, അവരത് വിട്ടുപോയി എഴുതാനായിട്ട്. അത് ചോർത്തി കൊടുത്തത് രേവന്ത് റെഡ്ഡി എന്നാണ് പറയുന്നത്. കാരണം അയാൾക്ക് ഇവരെ കൊണ്ട് വലിയ തലവേദനയായി, മീനാക്ഷി നടരാജനെ കൊണ്ട്. അതുകൊണ്ട് അവരുടെ നോമിനേഷൻ തള്ളി.
അതേസമയം കർണാടകത്തിലെ BJP ഈ രാഹുൽ ഗാന്ധിക്ക് മീനാക്ഷി നടരാജന് ജയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ കർണാടകത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ജയിപ്പിക്കാമായിരുന്നു. അവിടേക്ക് ഏതാണ്ട് ഒരേ സമയത്താണ് ഇലക്ഷൻ നടന്നത് രാജ്യസഭയിലേക്ക് കോൺഗ്രസ്സിന് മറ്റേ ജോസഫ് വിജയ് ഒരു സീറ്റ് കൊടുത്തു തമിഴ്നാട്ടിൽ നിന്ന്. അവിടെ ഏതോ ഒരു ചക്രവർത്തി, ആര് പോലും തമിഴ്നാട്ടുകാർ കൂടി അറിയില്ല അയാൾ എവിടെ നിന്ന് വന്നതാണെന്ന്. അയാൾ ജയിച്ചിട്ട് പോയി. ഇവരെ അവിടെ മത്സരിപ്പിക്കാമായിരുന്നില്ലേ? തമിഴ്നാട്ടിൽ മത്സരിപ്പിക്കാമായിരുന്നില്ലേ? അതല്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധിക്കൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതിയല്ലോ, ശിവകുമാറിൻ്റെ അടുത്ത് ഈ മീനാക്ഷി നടരാജനെ കർണാടകത്തിലെ ഒരു സീറ്റിൽ നിന്ന് ജയിപ്പിച്ചു കൊടുക്കുമല്ലേ. ഇതൊക്കെ കളിച്ച് അവസാനം BJPനെ കുറ്റം പറയും. അപ്പോൾ ആൾക്കാർ BJP കളിച്ചതാണ്. ഇതിൻ്റെ ഇൻറ്റേർണൽ പൊളിറ്റിക്സ്, ഇൻറ്റേർണൽ ഡൈനമിക്സിനെ പറ്റി ആരും നോക്കില്ല. എന്തുകൊണ്ടാണ് മീനാക്ഷി നടരാജൻ മധ്യപ്രദേശിൽ അവരുടെ നാമനിർദ്ദേശ പത്രിക തള്ളിക്കളഞ്ഞത്? അത് മാത്രമേ ആൾക്കാർ ചർച്ച ചെയ്യുള്ളൂ, മാധ്യമങ്ങൾ ചർച്ച ചെയ്യുള്ളൂ. ഇവരെ എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നോ കർണാടകത്തിൽ നിന്നോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തെലങ്കാനയിൽ നിന്ന് തന്നെയോ എന്തുകൊണ്ട് ജയിപ്പിച്ചില്ല എന്ന് ആരും ചോദിക്കില്ല. ഇവർ തമിഴ്നാട്ടുകാരിയാണ്. ഇവർ ഡൽഹിയിൽ പോയി സ്ഥിരം അവിടെ താമസമാണ്. 2 തവണത്തെ ലോക്സഭയിലേക്ക് ജയിച്ചിരുന്നു, 3ാമത്തെ തവണ തോറ്റുപോയി. അപ്പോൾ അവരെ രാജ്യസഭയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞിട്ടാണ് ഈ കളി മുഴുവൻ ഇവർ കളിച്ചത്. അവർക്ക് ജയിക്കുന്ന ഉറപ്പുള്ള ഒരു സീറ്റ് കൊടുക്കാമായിരുന്നു. അത് കൊടുക്കാണ്ട് ഇവർ നാടകം കളിക്കുകയായിരുന്നു ശരിക്കും. കോൺഗ്രസ്സുകാരും അവരുടെ സഖ്യകക്ഷികളായ RJDയും പിന്നെ CPI ML ഉണ്ട്, അവരൊക്കെ നാടകം കളിച്ച് ഇവർ തോറ്റു കഴിഞ്ഞാൽ പറയണോ, അല്ലെങ്കിൽ നത്വാനി ജയിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങളൊക്കെ കൃത്യമായിട്ടാണ് വോട്ട് ചെയ്തത്. പിന്നെ എങ്ങനെയാ കൃത്യമായിട്ട് വോട്ട് ചെയ്തിരുന്നെങ്കിൽ കോൺഗ്രസിന് കിട്ടേണ്ട വോട്ട് കിട്ടിയിട്ടില്ല. അല്ല, തീർച്ചയായും അത്രയും അംഗങ്ങളുണ്ട്. ഈ 56 അംഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ കോൺഗ്രസിന്റെ 28 അംഗങ്ങളുണ്ട്, കോൺഗ്രസിന് അത്രയും അംഗങ്ങളുണ്ട്, അതുപോലെ തന്നെ ഈ CPM-നുണ്ട്, RJD, ഇവർക്കൊക്കെ ഉണ്ട്. എന്നിട്ട് അത് കോൺഗ്രസിന്റെ ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് തന്നെ 28 എണ്ണം വരും. അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് എന്ന് പറയും. അത് കൂടാണ്ട് സെക്കൻഡ് പ്രിഫറൻസ് വോട്ട് ഉണ്ട്. സഖ്യകക്ഷികളുടെ ഇവരുടെയും കൂടി സെക്കൻഡ് പ്രിഫറൻസ് വോട്ട് ചേരുമ്പോൾ അവർ ഈസിയായിട്ട് ജയിക്കുമായിരുന്നു അവിടെ. അതെ. അല്ല, അങ്ങനെ നോക്കുകയാണെങ്കിലും ഇപ്പോൾ 34 JMM-ന് 34 അംഗങ്ങളുണ്ട്, 16 പേര് കോൺഗ്രസിനുണ്ട്, അതുപോലെ തന്നെ 2 പേര് CPI ML-നുണ്ട്. ഈ NDAക്കാണെങ്കിൽ 24 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലാണ് ഈ പരിമൾ നത്വാനി ജയിച്ചിട്ടുള്ളത്. ഇയാള് ഈ ജയിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇയാളെ എവിടെ നിന്നാണോ വരുന്നത് അതിന് ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞിട്ടുള്ള ആളാണ് രാഹുൽ ഗാന്ധിയും ഇവരുടെ കോൺഗ്രസ്. അവരാണ് ഇപ്പോൾ മല്ലികാർജുൻ ഖർഗെയുടെ ഈ പ്രണവിനെ തോൽപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ ഒരു ചേതോ വിഹാരം എന്തായിരിക്കും ആ ഒരു ജാർഖണ്ഡിൽ ഇങ്ങനെ ഒരു അട്ടിമറി വിജയത്തിലേക്ക് BJP എത്തിച്ചത്? അല്ല, അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കോൺഗ്രസിന് കാശ് കിട്ടണ റിലയൻസിന്റെ അടുത്തുനിന്ന് അദാനിയുടെ അടുത്തുനിന്നും ആണല്ലോ. ഇവര് BJPക്ക് കാശ് കൊടുക്കണ്ടെന്ന് ഇവര് അലജ് ചെയ്യുന്നുണ്ട്. BJP അവരുടെ പേറോളിലുള്ള പാർട്ടി രാഷ്ട്രീയ പാർട്ടിയാണെന്നും നരേന്ദ്രമോദിയുടെ സ്വന്തം ആൾക്കാരാണ് അംബാനിന്നും അദാനിന്നും ഇവർ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഇവരാണ് അംബാനിയുടെയും അതുപോലെ തന്നെ അദാനിയുടെയും സുഹൃത്തുക്കള്. ഇവരുടെ വിദേശ യാത്രയ്ക്കൊക്കെ വിമാനം വിട്ടുകൊടുക്കണ അംബാനിയുടെ വിമാനമാണ് വിട്ടുകൊടുക്കണത്. ഇത് ഡൽഹിയിൽ ഉള്ള ആൾക്കാർക്ക് അറിയാം ഈ കാര്യം. പവർ കോറിഡോഴ്സിലുള്ള ആൾക്കാർക്ക് അറിയാം. അവരാരും മിണ്ടൂല. അവർക്കാർക്കും നരേന്ദ്രമോദിനെയും BJPനെയും ഇഷ്ടമല്ലല്ലോ. ഈ മാർക്സിസ്റ്റുകാരാണല്ലോ മുഴുവനും. അതല്ലെങ്കിൽ ഇസ്ലാമിക് തീവ്രവാദികളായിരിക്കും പത്രപ്രവർത്തകർ. കാപ്പനെ പോലെയൊക്കെയുള്ളവരെ പത്രപ്രവർത്തകരായിട്ട് ചമഞ്ഞ് നടന്ന് മാമാപ്പണി ചെയ്യുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പം അവർ ഇതൊന്നും മിണ്ടൂല. അവർ നോക്കുമ്പോൾ ഏറ്റവും എളുപ്പം BJPനെ അക്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അവരാണെങ്കിൽ അവരുടെ ഇമേജ് ഇവർക്കെതിരായിട്ട് എന്ത് പറഞ്ഞു നടന്നാലും BJP പ്രതികരിക്കില്ല. അതാണ് ഇതിലെ ഏറ്റവും വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്ന പ്രശ്നം. അത്രയേ ഉള്ളൂ. അംബാനിനെ ദേ ഹാവ് ടു കീപ് അംബാനിൻ്റെ ഗുഡ് ബുക്സ്, ഗുഡ് ഹ്യൂമർ. അപ്പോൾ അതുകൊണ്ട് അംബാനിയുടെ ആളെ ജയിപ്പിച്ചു കൊടുത്തു. പ്രണവിനെ തോൽപ്പിക്കുക എന്നുള്ള ഒരു രീതി അവർ ഏറ്റെടുത്തതുപോലെ ഒരു മാച്ച് ഫിക്സിംഗ് എന്ന് പറയില്ലേ ക്രിക്കറ്റ് മത്സരമൊക്കെ നടക്കുമ്പോൾ, ഫുട്ബോൾ മത്സരമൊക്കെ നടക്കുമ്പോൾ മാച്ച് ഫിക്സിംഗ് എന്ന് പറയില്ലേ, അതേപോലെ തന്നെ ഉള്ളൊരു മാച്ച് ഫിക്സിംഗ് ആണ്
ജാർഖണ്ഡിലും മധ്യപ്രദേശിലുമൊക്കെ കണ്ടത്. ഇപ്പം ഇവിടെ മാച്ച് ഫിക്സിങ് LDFും പിന്നെ UDFും തമ്മിലാണ് കേരളത്തിൽ മാച്ച് ഫിക്സിങ്. ഇപ്പോൾ മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ തോറ്റതൊക്കെ മാച്ച് ഫിക്സിങ് ആണല്ലോ. എന്നിട്ട് പറയും അവർ കോൺഗ്രസ്സുകാർക്ക് BJP ആയിട്ട് ഡീലുണ്ടെന്നോ CPM പറയും, CPM BJP ആയിട്ട് ഡീലുണ്ടെന്ന് കോൺഗ്രസ്സുകാർ പറയും. ഇത് കേൾക്കണവരും അന്തിച്ചിരിക്കുന്നത് എന്താ ഇവർ ഈ പറയണേന്നുള്ളത്. ഇതാണ് രാഷ്ട്രീയത്തിനകത്തെ ഗെയിം. ഇപ്പോൾ പൊളിറ്റിക്കൽ ഗെയിം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇതില് ഉണ്ടാകുന്ന ലാഭം എന്തായിരിക്കും? ഇപ്പൊ ഈ രാജ്യസഭയില് ജാർഖണ്ഡില് ഏറ്റവും കൂടുതൽ BJPക്ക് ഒരു അട്ടിമറി വിജയം ഉണ്ടായി. ഇതുകൊണ്ടുണ്ടാവുന്ന രാഷ്ട്രീയ നേട്ടം എന്തായിരിക്കും? അതൊരു അട്ടിമറി വിജയം എന്ന് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കില്ല. കാരണം ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്ന പോലെ എല്ലാവർക്കും അറിയായിരുന്നു പരിമൾ നത്വാനി ജയിക്കുന്നുള്ള വിവരം. എല്ലാവർക്കും അറിയായിരുന്നു. പിന്നെ എന്തിനാ അതിനകത്ത് അട്ടിമറി വിജയമുള്ളത്? പത്രക്കാരെഴുതണല്ലേ അട്ടിമറി അതെ, വിജയം എന്ന്. ഇതിന്റെ ഇതിപ്പോ മനോരമയുടെ ഫ്രണ്ട് പേജ് ആണ്. ഇതില് വന്നിരിക്കുന്ന പ്രധാന വാർത്തയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ടൈംസ് നൗവില് ഈ ടൈംസ് നൗ പിന്നെയും നത്വാനിയുടെ നത്വാനിയെ കുറച്ചും കൂടെ പ്രാധാന്യം കൊടുത്തുള്ള ഒരു തലക്കെട്ടാണ് അവർ കൊടുത്തത്. അവർക്ക് കാരണം അവര് ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്, അല്ലെങ്കിൽ ബിസിനസ് അസോസിയേറ്റ്സ് ആണ്. ജെയിൻ ബ്രദേഴ്സിനും നത്വാനിയൊക്കെ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ദിവസം കാണേണ്ടതാണ്. അപ്പോൾ അവരുടെ പത്രത്തിൽ അവർ കൊടുക്കും. അത്ര വലിയ സംഭവമല്ല അത്. ഈ മനോരമ പിന്നെ BJPക്ക് എതിരായിട്ടുള്ള എന്ത് വാർത്തയും പൊലിപ്പിച്ച് എഴുതാൻ നല്ല കഴിവാണല്ലോ BJPക്ക്, ഈ മനോരമയ്ക്ക്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെയും ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.